ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ മൈൻഡിനെയും എൻ്റെ ബോഡീനെയും ഒന്ന് എനർജി ആക്കിയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഹാപ്പി ഓണം എല്ലാവർക്കും ഇൻ അഡ്വാൻസ്. നാളെയാണ് ഓണം. എനിക്ക് ഇപ്രാവശ്യം ഓണമല്ല, ഇറ്റ്സ് ബിക്കോസ് അമ്മമ്മ പോയിട്ട് കുറച്ച് ദിവസമേ ആവുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിൽ പോവാണ്. ഇറ്റ്സ് എ നോർമൽ ഡേ. ഞാൻ രാവിലെ എണീക്കുന്നു, ഓഫീസിൽ പോകുന്നു, വർക്ക് കഴിയുന്നു, തിരിച്ചു വരുന്നു. നാളെ നിവിൻ പോളിൻ്റെ സിനിമ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് അടിക്കുക. എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. ഓണ ഗിഫ്റ്റായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, എന്നാലും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ജീവ അപർണയുടെ ഡിവോഴ്സ് കോൺട്രവേഴ്സി, അല്ലെങ്കിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട ഒരു സാധനം. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം എനിക്ക് തോന്നുന്നു ജീവയാണ് ആളുടെ അക്കൗണ്ടിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അപർണയുടെ അക്കൗണ്ടിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റിൻ്റെയൊക്കെ ഒരു കുറച്ച് ബാക്കോട്ട് വരികയാണെങ്കിൽ, ഈ ജീവ അപർണ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് കപ്പിൾസുകളിൽ ജനപ്രീതി ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒരു കപ്പിളാണ് ആരെന്ന് പറഞ്ഞത് ജീവ അപർണ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ എല്ലാവരും കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്നത് ജീവേനെയാണ്. ജീവ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാമിലെ ആങ്കറായി. ആ ആങ്കറിൻ്റെ ബേസിസിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അപർണ വരുന്നു. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഇവർ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ കാണുന്നത് പണ്ടത്തെ ചാനലിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിരുന്നു. അതിനുശേഷം ഞാൻ ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സാണ്. ഇവരുടെ വീഡിയോസ് കാര്യങ്ങൾ, ഇവരുടെ ഡേ ഇൻ മൈ ലൈഫ്, ഇവരുടെ പുതിയ ഫ്ലാറ്റ് ടൂറ്, പിന്നെ പുതിയ പട്ടിക്കുട്ടീനെ വാങ്ങിയത്, പിന്നെ ഇവരുടെ സെലിബ്രേഷൻസ്, ഇവരുടെ ട്രിപ്സ്, ഇതൊക്കെ ഒരു ഫാനാണ്. അപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ മോഡലാക്കിയിട്ടുള്ള, അവർക്ക് ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കപ്പിൾ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അപർണ ജീവിയാണ്. ഈവൻ അവരുടെ ഡിവോഴ്സ് ന്യൂസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത സമയത്ത്, ഇവൻ രണ്ടുപേരും അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഒരു 75% ഓഫ് കമൻറ്റും എല്ലാവരും പറയുന്നത് അയ്യോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സത്യമാവരുത് എന്ന് പ്രാർത്ഥിച്ച് കുറേ ദിവസമായിട്ട് നിങ്ങളുടെ ഫോട്ടോയും വീഡിയോസും പോസ്റ്റും ഇല്ലാണ്ട് കണ്ട സമയത്തൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിലായിരുന്നു, എന്നാലും അത് നിങ്ങളുടെ വായെന്ന് കേൾക്കാണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ എന്താ പറയുക, ജനങ്ങൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്ത, ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ച കപ്പിൾസ് ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന ആളായിരുന്നു. അപ്പോൾ അവർ അനൗൺസ് ചെയ്തു. രണ്ടുപേരും പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈവൻ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ആയിരുന്നു അപർണേൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആ ബർത്ത്ഡേൻ്റെ താഴെ എങ്ങാനും ഒരു കമൻറ്റ് വന്നു, ഇന്ന ഡേയിൽ അപർണേൻ്റെ ആനിവേഴ്സറി അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വരികയാണ്. അപ്പോൾ ഈ കമൻറ്റ് വന്ന ആ സമയം തന്നെ അപർണ അതിൻ്റെ താഴെ ഇട്ടു അതൊക്കെ പണ്ട് എന്ന് വെച്ചാൽ, പണ്ടായിരുന്നു ഈ ഒരു ഡേറ്റ് ആനിവേഴ്സറി, ഇപ്പോൾ ഒരു ആനിവേഴ്സറി അല്ല. ആൻഡ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്ത അടുത്തൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, വിവാഹം കഴിച്ച ആ ദിവസം തന്നെയാണ് ഇവരുടെ ഡിവോഴ്സ് അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് 12 കൊല്ലം ഇവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അപ്പം ഇവർ മാരേജ് ഡേറ്റും ഡിവോഴ്സ് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്യുന്ന, ലൈക്ക് ദേ ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ് എന്ന് അനൗൺസ് ചെയ്യുന്ന ഡേറ്റും ഒരേ ഡേറ്റാണ്. അപ്പം എന്താ പറയുക, പെയിൻഫുൾ ആണ്, ഹാർട്ട് ടച്ചിങ് ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ അവരുടെ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനലി അവർ ഡിസൈഡഡ് ടു ഗെറ്റ് സെപ്പറേറ്റഡ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഡിസിഷനാണ്. അവരുടെ ഡിസിഷനെ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മളൊരിക്കലും അപർണയാണ് തെറ്റുകാരി, ജീവയാണ് തെറ്റുകാരി എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കുറ്റം വരുന്നത് അപർണയ്ക്കാണ്. ദ റീസൺ എന്താണെന്ന് വെച്ചാൽ, ജീവ കുറച്ചും കൂടെ ആ കാര്യത്തെ ഒരു ഇമോഷണൽ ടച്ചിലാണ് സംസാരിച്ചതെങ്കിൽ അപർണ കുറച്ചും കൂടെ ഡിവോഴ്സ് ഈ സംതിങ്, അത് അപർണയ്ക്ക് പീസ് തന്നു, അപർണ ഹാപ്പിയാണ്, അപർണ പോസിറ്റീവാണ്, അപർണയ്ക്ക് മാറി ചിന്തിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേറെ ആംഗിൾ അപർണ അതിന് കൊടുത്തു. പിന്നെ അപർണ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു, ത്രൂ പോസ്റ്റ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ട്രിപ്പ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നെഗറ്റീവ് ആ സൈഡിലോട്ട് പോയി. പക്ഷെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. രണ്ടുപേരുടെ ലൈഫിനെ കുറിച്ച് എടുത്തറിയാത്തിടത്തോളം കാലം പറയാനുള്ള ഒരു റൈറ്റും നമുക്ക് എല്ലാവർക്കും ഇല്ല. ആൻഡ് നെക്സ്റ്റ് തിങ് അബൌട്ട് ഡിവോഴ്സ് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ പണ്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഡിവോഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. രണ്ട് വ്യക്തികൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇത് പോകാൻ പറ്റുന്നില്ല, അല്ലെ അവർ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദേ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് സെപ്പറേറ്റഡ്. അതിലും
വലിയൊരു കാര്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. റിലേഷൻഷിപ്പിൽ നമ്മളാവുക എന്നുള്ളത് നമ്മളുടെ ഡിസിഷനാണ്. നമുക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നുക, ആ റിലേഷൻഷിപ്പ് ഫ്രണ്ടോട്ട് പോകുമ്പോൾ നമ്മൾ അയാളുടെ ഇഷ്ടം തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഹാപ്പി അല്ല, അല്ലെങ്കിൽ രണ്ടുപേരും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നത് ടു ഗെറ്റ് സെപ്പറേറ്റഡ്. അതിനൊരിക്കലും പബ്ലിക്കോ അല്ലെങ്കിൽ ഫാമിലിയോ നാട്ടുകാരോ ചുറ്റുള്ളവരോ എന്ത് പറയും എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കുറേ ആൾക്കാർ ഈ ഒരു ഡിസിഷൻ വളരെ ബോൾഡായിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇന്ന് സൂയിസൈഡിലോട്ടും ഡൊമസ്റ്റിക് വയലൻസിലോട്ടും മെൻ്റൽ സ്ട്രഗിളിലൊക്കെ പോയിട്ട് ആകെ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആൻഡ് ഇതിൽ കൂടെ എനിക്ക് പറയാനുള്ള അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ ഇവരുടെ ഇൻ്റർവ്യൂസ് അല്ലെ ഇവരുടെ വ്ളോഗുകൾ ഇവരുടെ റീൽസ് കാണുന്ന സമയത്ത് അയ്യോ ബ്യൂട്ടിഫുൾ കപ്പിൾസിനെ കരുതി മേ ബി ദേ ഹാവ് ബ്യൂട്ടിഫുൾ ടൈം, ഒരു നല്ല അടിപൊളി ടൈംസ് ഉണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെ അടിപൊളി ടൈംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിലും ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലും അതിൻ്റെതായ രീതിയിലുള്ള പ്രോസും കോൺസും ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ എനി റിലേഷൻഷിപ്പ്, ഗെറ്റ് സെപ്പറേറ്റഡ്, ഗെറ്റ് മൂവ് ഓൺ. നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് അത് ഭയങ്കര സമാധാനം നമുക്ക് തരും. മെൻ്റൽ ഹെൽത്ത് നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കും. അല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് സ്ട്രഗിൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത്. സോ ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് നമ്മുടെ അപർണയ്ക്ക് നല്ലൊരു ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. ലെറ്റ് ദാറ്റ് ഹീലിംഗ് ബി ആൾക്കിനി ഒരു പുതിയ ലൈഫ് കിട്ടട്ടെ. വിഷിങ് അപർണ ആൻഡ് ജീവ ആൻഡ് അടിപൊളി ലൈഫ്. അവരുടെ കരിയറും ഫോക്കസും എല്ലാ കാര്യങ്ങളുമായിട്ട് നന്നായിട്ട് ജീവിച്ച് മുന്നോട്ട് പോട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റർഡ്. ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.